എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അധികം ഓയിലൊന്നും ആവശ്യവുമില്ല. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളൊരു കിടിലൻ പലഹാരമാണ്. ഈവനിങ്ങിൽ നമുക്ക് സ്നാക്സായിട്ട് കഴിക്കാനായിട്ട് വളരെ ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒന്ന് കണ്ടു നോക്കിയാലോ. 1 ടീസ്പൂൺ അളവിൽ ഗീയാണ് ഞാൻ ഈ പാനിലോട്ട് ചേർത്തേക്കുന്നത്. അതിലോട്ട് കുറച്ച് കശുവണ്ടി ഇട്ട് ഞാനൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ച് സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. കശുവണ്ടിയുടെ ആ നിറമൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് കുറച്ച് പീനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 1 ടീസ്പൂൺ ഗീ മാത്രമേ നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ളൂ. നമുക്കിഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കശുവണ്ടിയും പീനട്ടും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അവ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് കുറച്ച് റേസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നട്ട്സൊക്കെ ഏറെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ പലഹാരം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. റൈസൻസും കൂടെ ചേർത്ത് അവയും കൂടെ മൂത്ത് വന്നപ്പോൾ ഞാനൊരു സൈഡിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ഇതേ പാനിലോട്ട് നമുക്കിനി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിലാണ് ശർക്കര എടുത്തേക്കുന്നത്. അതേ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയൊന്ന് ഉരുകി കിട്ടണം, പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല. ശർക്കരയിൽ എന്തായാലും അഴുക്കും കരടും ഒക്കെ കാണും, അപ്പോൾ അതൊന്ന് ഉരുക്കി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയെല്ലാം ഒന്ന് പൊടിച്ചാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുകി കിട്ടുകയും ചെയ്യുമല്ലോ. ശർക്കര പാനിയൊന്നും ആകേണ്ട ആവശ്യമില്ല. നമുക്ക് ശർക്കരയെല്ലാം ഒന്ന് ഉരുകി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർക്കുക. ഉരുകി വന്ന ഈ ശർക്കര ഇനി അരിച്ച് നമുക്ക് ചൂടാറാനായിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേ വലുപ്പമുള്ള 2 പഴമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് നുറുക്കിയെടുക്കുകയാണ്. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. പിന്നെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാനൊരു 1/4 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരളവിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ അധികം മധുരമൊന്നുമില്ല. നുറുക്കിയെടുത്തിരിക്കുന്ന പഴം ഒന്ന് ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഞാനൊരു മാഷർ ഉപയോഗിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ പഴത്തിൻ്റെ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഉടച്ചെടുക്കേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ മാഷർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്താൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പഴം വെച്ചിട്ടും അതുപോലെ തന്നെ പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഈ പലഹാരം. പഴമൊക്കെ പഴുത്തതുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. പഴം വേണ്ട ഈ ഒരു രീതിയിൽ ഞാൻ ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ പഴത്തിൻ്റെ പീസസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഉടച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1-2 കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. ഈ ഉടച്ചെടുത്തിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ടിലോട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. 1/4 കപ്പ് അളവിൽ വറുത്തിട്ടുള്ള റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയെല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഉടച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ടുമായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇവ രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പ് പൊടിയും അതുപോലെ പഴവും ഒക്കെ ചേർത്ത് നമ്മൾ ആവിയിൽ വേവിച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നോയമ്പൊക്കെ അടുത്ത് വരുമ്പോൾ നോയമ്പ് തുറ സമയത്തൊക്കെ നമുക്കിത് തയ്യാറാക്കി കഴിക്കാനായിട്ട് വളരെ ഹെൽത്തിയാണ്. ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയുണ്ടല്ലോ, അവ അരിച്ച് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമ്മളൊരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും വേണം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഴമൊക്കെ മാഷി എടുക്കുന്ന സമയത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുത്താൽ മതി. ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് കട്ട കെട്ടാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പാത്രത്തിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നവയൊക്കെ ഒന്ന് വടിച്ച് ആ നടുക്കോട്ടാക്കി കൊടുത്ത് നമുക്കൊരു 20 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മളിവിടെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുകയും വേണമല്ലോ. അപ്പോൾ ഒരു 20 മിനിറ്റ് മാത്രം മതി നമുക്ക് റെസ്റ്റിംഗ് ടൈം. ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. ഇപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് നമ്മളെ ബാറ്റർ. അപ്പോൾ ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം പശുവും പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി അങ്ങ് ലൂസായി പോകണ്ട. ആ ടൈറ്റായിട്ടുള്ളതൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ലൂസായി കിട്ടണം. പശുവും പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ.
മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ പലഹാരത്തിന് ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ ഒരു പകുതി പോർഷൻ നമുക്ക് ഇതിനകത്തോട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് ഇവ വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പലഹാരം തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയ സ്റ്റീലിൻ്റെ ബൗൾ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത്, പേപ്പർ ഗ്ലാസ്. ലേശം ഗീ ഒന്ന് ഞാൻ ഈ ഗ്ലാസ്സിലോട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം ഗീ ഒന്ന് ഇട്ടിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗീയോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഗീ തടവിയിരിക്കുന്ന ഈ ഗ്ലാസ്സിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കല്. ഒരു 1/4 ഭാഗത്ത് നിൽക്കത്തക്ക രീതിയിൽ ബാറ്റർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അതുപോലെ തന്നെ നമ്മൾ കപ്പ് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടല്ലോ, അതിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്റർ മുഴുവനും ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രൈ നട്ട്സ് മാറ്റി വെച്ചിരുന്നല്ലോ, അതാണ് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബദാം ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോപ്പ് ചെയ്തതും ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമുക്ക് ആവിയിൽ ഇത് വേവിച്ചെടുക്കുന്നതിന് പകരം ബേക്ക് ചെയ്ത് വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലോട്ട് ലേശം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലിത്തട്ടിൻ്റെ അകത്തുള്ള ആ ഹോൾസ് ഉള്ള കപ്പിലോട്ട് നമ്മൾ ഈ പേപ്പർ കപ്പ് വെച്ച് കൊടുത്താൽ ആവി കൊള്ളുമ്പോൾ ഈ പേപ്പർ കപ്പ് നനഞ്ഞു പോകത്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് വെച്ച് കൊടുത്തേക്കുവാണ്. അതിലോട്ടാണ് ഈ പേപ്പർ കപ്പിനി ഇറക്കി വയ്ക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടച്ചു വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മളൊരു 1/4 കപ്പേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ കുത്തി നോക്കിയാലും നമുക്കിത് വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. പഴവും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയുമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഓയിൽ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ മാത്രമേ ആ ഡ്രൈ നട്ട്സ് ഒക്കെ ഒന്ന് വറക്കാൻ വേണ്ടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പേപ്പറിൻ്റെ 2 സൈഡും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ ഒരു തവണയൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയുകയും ചെയ്യും. ചൂട് ചായയോടൊപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പലഹാരം തന്നെ. നട്ട്സൊക്കെ നമ്മൾ ബാറ്ററി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കണ്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.